നമ്മളൊക്കെ സിയാറത്തിന് പോകുന്ന ആളുകളാണ് അല്ലേ? സിയാറത്തിന് നമ്മൾ പോകുന്ന ആളുകളാണ്. അപ്പോൾ ചില മക്കാമുകളിൽ നിന്നൊക്കെ ചില ആളുകൾ നമ്മുടെ അടുക്കലേക്ക് വരികയും നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളോട് ചില ആളുകളൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഈ കേൾക്കുന്ന ആളുകളോടൊക്കെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരോട് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ദിക്റുകൾ കിട്ടിയിട്ടുണ്ടോ എന്നാണ് അത് ചോദിക്കുക. ഏതെങ്കിലും ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വല്ല ദിക്റും കിട്ടിയിട്ടുണ്ടോ എന്നാണ് ആദ്യം അവർ ചോദിക്കുക. പിന്നെ പരിചയപ്പെട്ട് ഇവരെ ഷെയ്ഖിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുക. അവരങ്ങനെയാണ്, അവർക്ക് ഇന്നത് കഴിയും, അതിൻ്റെ അപ്പുറം കഴിയും, എല്ലാത്തിനും കഴിവുള്ള നല്ല കറാമത്ത് കാണിക്കുന്ന ആളാണെന്ന് പറയും. ഇങ്ങനെ ചില ഏജൻറ്റുമാർ ഈ മക്കാമുകളിലും പല പരിസര ഭാഗങ്ങളിലൊക്കെ കടന്നു കൂടിയിട്ട് ആളുകളെ അവരുടെ പരിപാടികൾക്ക് കൂട്ടാനും ഈ ഒരു ഷെയ്ഖിനെ ഹാദ്യമാക്കാനൊക്കെയാണ് നോക്കുന്നത്. ഇതാണ് ഇങ്ങനെയുള്ള അതിൻ്റെ ട്രാക്കുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോയാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവും റസൂലും വിലക്കപ്പെട്ട കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ടോ? അത് തെറ്റായ കാര്യങ്ങളാണ്. അള്ളാഹുവും റസൂൽ എന്താണ് വിലക്കിയിട്ടുള്ളത്, ആ വിലക്കപ്പെട്ട കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ആ കാര്യങ്ങൾ പറയും. അള്ളാഹുവും റസൂലും നമ്മുടെ പണ്ഡിതന്മാരും സമസ്തൻ്റെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്ന കാര്യത്തിനോട് എതിരായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. കാരണം ബഹുമാനപ്പെട്ട ഇ.കെ. ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ്, ഇവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. അതിനോട് നമ്മളൊക്കെ പഠിപ്പിച്ചു പറഞ്ഞു തന്ന കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വ്യാജ ഷെയ്ഖാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഈ ഏജൻറ്റുമാരനല്ല, ഈ ഷെയ്ഖാകാൻ നടക്കുന്ന അല്ലെങ്കിൽ ഷെയ്ഖാണെന്ന് സ്വയം മനസ്സിൽ നിയ്യത്ത് വെച്ച് കരുതി നടക്കുന്ന ചില ആളുകളുണ്ട്. അവരൊരു മുറബിയായ ഷെയ്ഖാണെന്ന് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടുള്ള സംസാരങ്ങളാവും അവർ നമ്മളോട് സംസാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ചെറിയ നിങ്ങൾക്കൊരു ബോധം വരുത്താൻ വേണ്ടി പറയാമെന്ന് മാത്രം. അവർ നമ്മളടുത്ത് കൂടിയിട്ട് പറയുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ? പിന്നെ പറയുന്നതൊക്കെ ഫുള്ള് ചരിത്രങ്ങളും സൂഫിസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവും. പിന്നീട് അവർ നമ്മളോട് പറയുന്ന കാര്യമാണ് അയാളൊരു വലിയാണെന്ന് തോന്നുക, നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അയാളുടെ സംസാരത്തിനേക്കാൾ കൂടുതൽ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാക്കുകളാണ് അവർ നമ്മളോട് പറയാം. അപ്പോൾ നമുക്ക് തന്നെ അറിയാതെ തോന്നിപ്പോകും ഇയാൾ വലിയ ആളാണെന്ന്. അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളാണ് സംസാരിക്കുക. അതായത് ഇപ്പോൾ ഒരാൾ പറയണം, ഞാൻ മലയിലൊക്കെ പോയിട്ട് ഭാഗത്ത് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ചില സമയത്ത് എൻ്റെ ഹാലൊക്കെ മാറും, ഞാൻ വേറെ ലെവലാവും, അങ്ങോട്ടും പിന്നെ ഞാൻ ഇങ്ങനെ കടന്നു വരുന്നത് ഇങ്ങനെ ആവില്ല, എൻ്റെ മട്ടും ഭാവങ്ങളൊക്കെ മാറും എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മളോട് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഇത് യഥാർത്ഥത്തിൽ വ്യാജമായ ഷെയ്ഖാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ പരമാവധി ആളുകളെ അറിയിപ്പിച്ചൊന്നും ചെയ്യില്ല. അതവർക്ക് ഈ കറാമത്ത് പറയുന്നതും അത് ഒന്നും അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ അവരെപ്പോഴും വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ തന്നെ നിങ്ങളോട് സ്വയമായിട്ട് പുകഴ്ത്തി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അത് ശരിയായിട്ടുള്ളൊരു കാര്യങ്ങളല്ലല്ലോ, ആണോ? അല്ല. നമ്മളത് മനസ്സിലാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മനസ്സിലായില്ലേ? പിന്നെ നമ്മളോട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഷെയ്ഖ് ഇന്ന ആളാണ്, എൻ്റെ ഷെയ്ഖ് അവിടെയുള്ള ആളാണ്, ഇവിടെയുള്ള ആളാണ്, ഇങ്ങനെയൊക്കെ നമ്മളോട് പറയുന്നത് യഥാർത്ഥത്തിൽ അത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇയാളൊരു വ്യാജനാണെന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വ്യാജന്മാർ അയാൾക്ക് ഷെയ്ഖ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ വലിയ എന്തോ ഒരു മുരീദാണ്, ഇനി ഷെയ്ഖാകാൻ വേണ്ടിയിട്ട് നടക്കുന്ന വലിയൊരാളാണെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരെ പരിപാടികൾക്ക് പങ്കെടുക്കുമ്പോൾ കൈയടിക്കണതാണ്. അങ്ങനെയൊക്കെ പറയുന്നിട്ടുണ്ട് ഞാൻ. കൈയടിക്കുക, നമ്മളിങ്ങനെ ഇങ്ങനെ അടിക്കുക, അവരെ പരിപാടിക്ക് എന്തെങ്കിലും ചൊല്ലി പറയുമ്പോഴൊക്കെ കൈയടിക്കുക. ഇതൊന്നും നമ്മളെ ഉസ്താദ്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ള
കാര്യങ്ങളല്ല. കൈയടിക്കുക. ചില ആളുകൾക്ക് നിസ്കാരം ഉണ്ടാവില്ല അത്ര, നമസ്കരിക്കാത്ത ആളുകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന നിമിഷത്തിലും നമസ്കരിച്ചിട്ടാണ് വഫാത്തായത് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവരൊന്നും നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. 5 വക്ത് നമസ്കാരം കൃത്യമായിട്ട് നമസ്കരിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഇസ്ലാമികപരമായിട്ട് ഇതിനെതിരെ, അതായത് നമുക്ക് കണ്ണുകൊണ്ട് നമുക്ക് കാണുമ്പോൾ അവർ ചിലപ്പോൾ അവർ ബൈത്ത് ചെല്ലുമ്പോൾ കൈയടിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ നമസ്കരിക്കാത്തതിനെ സംബന്ധിച്ചിട്ട് അവരെ മുരീദന്മാരോട് തന്നെ ചോദിച്ചാൽ അവർ പറയുന്നതാണ് മറഞ്ഞ സംഗതിയാണെന്നാണ് പറയും. അത് ഭയങ്കര മറഞ്ഞ സംഗതിയാണ്. ഇതാണ് അവർക്ക് അതിനുള്ള മറുപടി പറയാം. പിന്നെ അവർ നമ്മളെ ഉസ്താദന്മാർക്കൊക്കെ ഭയങ്കര എതിരായിട്ടുള്ള സംസാരമാണ് അവർ സംസാരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ എന്നോടൊരിക്കൽ ഒരാൾ, അത്യാവശ്യം പ്രായമുള്ള ആളാണ്. അപ്പോൾ ഞാനൊരു മക്കാമിൽ പോയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പരിചയമില്ലാത്ത ആളുകൾക്ക് കൈ കൊടുക്കരുതെന്ന്. ചില ആളുകൾ പോലെ ശൈത്താനിയത്തുകൊണ്ടാവും വരിക, അങ്ങനെ കൈ തന്നാൽ നമ്മുടെ ദേഹത്തും കയറുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അത്തരം കാര്യങ്ങളെ തൊട്ടിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു കുളത്തിൽ വീണ ഒരാളെ, നീന്താൻ അറിയാത്ത ഒരാളെ നമ്മൾ നീന്താൻ അറിയുന്ന ഒരാളെ രക്ഷപ്പെടുത്തിയാൽ, അയാളെ കരക്കെത്തിച്ചാൽ, അയാളെ രക്ഷപ്പെടുത്തിയ ആ ഒരു കൂലി അള്ളാഹുവിൽ നിന്ന് കിട്ടും. മറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ അത് വലിയ അഹങ്കാരമായി പോകും. എങ്ങനെ? ഞാനാണ് അവനെ രക്ഷപ്പെടുത്തി, ഞാൻ വലിയ കേമനാണ് എന്ന് അഹങ്കരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അഹങ്കാരമാണ്. അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം. അള്ളാഹു നമ്മളെ അതിന് നിയോഗിച്ചതാണ്, നമ്മളതിൻ്റെ ഒരു കാരണമാണ്. എല്ലാത്തിനും കഴിവ് അള്ളാഹുവിനാണ് എന്ന് ചിന്തിക്കണം. അതല്ല നമ്മളെല്ലാം തികഞ്ഞവരാണ്, നമ്മൾ അങ്ങനെ ചെയ്തവരാണ്, ഇങ്ങനെ ചെയ്തവരാണെന്നുള്ള അഹങ്കാരം നമ്മളിലേക്ക് കടന്നു വന്നാൽ അതൊരു ശൈത്താനിയത്താണ്. മനസ്സിലായില്ലേ? ഈ വ്യാസന്മാർ നമ്മുടെ അടുക്കിലേക്ക് വന്നാൽ, നമ്മൾ അവരടുത്ത് പോയാൽ, അവർ നമ്മളെ മറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഇയാൾ വലിയ ഷെയ്ഖാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തോന്നും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. അവരുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ അവരുടെ ആദ്യമായിട്ട് കൂടണം, നമ്മളെ ബോധ്യപ്പെടുത്തണം ഇയാൾ വലിയൊരു സംഭവമാണെന്നുള്ളത്. അള്ളാഹു അത്തരം വ്യാജന്മാരെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹാന്മാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യരിൽ നിന്ന് ഒളിച്ചോടുന്ന ആളുകളാണ്. അല്ലാതെ വ്യാജന്മാർ നേരെ മറിച്ചാണ്. മനുഷ്യരിലേക്ക് അവർ കടന്നു വന്നിട്ട് അവർ ഈമാനൊക്കെ കവർന്നു തിന്ന് സാമ്പത്തികമായി എന്താണോ അവർ നേടേണ്ടത് അതൊക്കെ നേടും. അള്ളാഹു അത്തരം ചതികളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ല മഹാന്മാരെ കൂടെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുടെ കൂടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ അള്ളാഹു നമ്മെ സ്വർഗത്തിലാക്കുമാറാവട്ടെ. അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.